നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് അനാഥരായ മക്കളെ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് കാണിച്ചുള്ള കമന്റിന് മറുപടി നൽകി ആരോഗ്യമന്ത്രി വീണ ജോർജ്. സുധീഷ് കോഴിക്കോട് എന്നയാളുടെ കമന്റ് പങ്കുവച്ചുകൊണ്ടാണ് മന്ത്രിയുടെ ഈ മറുപടി. അനാഥരായി എന്ന് തോന്നുന്ന മക്കൾ ഉണ്ടെങ്കിൽ എനിക്ക് തരുമോ മാഡം? എനിക്ക് കുട്ടികളില്ല, ഞാനും ഭാര്യയും പൊന്നുപോലെ നോക്കിക്കൊള്ളാം എന്നായിരുന്നു സുധീഷിന്റെ കമന്റ്. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട സംരക്ഷണം ആവശ്യമായ കുഞ്ഞുങ്ങളെ കേന്ദ്ര ബാലനീതി നിയമം 2015 പ്രകാരമാണ് സർക്കാർ ഏറ്റെടുക്കുന്നത് എന്നും ഈ ഫോസ്റ്റർ കെയറും ദത്തെടുക്കലുമെല്ലാം നിയമപരമായ നടപടികളിലൂടെയാണ് നടക്കുന്നത് എന്നും മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപവും നോക്കാം. എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വന്ന ഒരു കമന്റ് ശ്രദ്ധയിൽപ്പെട്ടു. വയനാട്ടിൽ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിനിടെ ഇത് ശ്രദ്ധയിലേക്ക് വന്നിരുന്നില്ല. പ്രിയപ്പെട്ട സുധി, അങ്ങയുടെ നല്ല മനസ്സിന് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. വേദന പൂർണ്ണമായും മനസ്സിലാകുന്നു. അങ്ങയുടെ വാക്കുകൾ കേട്ട കണ്ണ് നനയുകയാണ്. അങ്ങേക്കും വൈഫിനും സ്നേഹ ആദരവുകൾ. മാതാപിതാക്കൾ നഷ്ടമായ സംരക്ഷണം ആവശ്യമായ കുഞ്ഞുങ്ങളെ കേന്ദ്ര ബാലനീതി നിയമം 2015 പ്രകാരമാണ് സർക്കാർ ഏറ്റെടുക്കുന്നത്. ഫോസ്റ്റർ കെയറും ദത്തെടുക്കലുമെല്ലാം നിയമപരമായ നടപടികളിലൂടെയാണ് നടക്കുന്നത്. CARA അതായത് സെൻട്രൽ അഡോപ്ഷൻ റെസ്ക്യൂ അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്കാണ് കുഞ്ഞുങ്ങളെ ദത്തെടുക്കാൻ കഴിയുന്നത്. 6 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെ ഫോസ്റ്റർ കെയറിന് നൽകുന്നുണ്ട്. അതും കുട്ടിയുടെ ഉത്തമ താല്പര്യം മുൻനിർത്തിയാണ് ചെയ്യേണ്ടത്. CARAയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ സർക്കാർ സംരക്ഷണയിൽ നിലവിലുള്ള ഏതൊരു കുഞ്ഞിന്റെയും ദത്തെടുക്കൽ നടപടിക്രമങ്ങളിൽ സുധിക്കും പങ്കുചേരാൻ കഴിയും. സുധിയെ പോലെ പലരും ഇതേ ആവശ്യവുമായി വനിതാ ശിശു വികസന വകുപ്പിനെ സമീപിക്കുന്ന സാഹചര്യത്തിൽ അവർക്കായി കൂടിയാണ് ഇവിടെ എഴുതുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിരവധി ആളുകളാണ് ഇത്തരത്തിൽ ദത്തെടുക്കാൻ സാമ്പത്തികം ഒരു പ്രശ്നമല്ലെങ്കിൽ ഞാൻ കുഞ്ഞിനെ നോക്കിക്കോളാം എന്ന് പറയുന്നവരുണ്ട്. മുലയൂട്ടുന്ന അമ്മയാണ് ഞാൻ കുഞ്ഞിനെ നോക്കിക്കോളാം, എനിക്ക് തന്നോളൂ എന്ന് പറയുന്നവരുണ്ട്. എന്റെ രണ്ടാമത്തെ മകനായി അവനും വളർന്നുകൊള്ളും, എനിക്ക് തരൂ എന്ന് പറഞ്ഞു. അങ്ങനെ നിരവധി കമന്റുകളും ഒക്കെ സോഷ്യൽ മീഡിയ നിറയുകയാണ്. കമന്റ് ഇടാൻ മാത്രമല്ല, ഇനി നിയമപരമായ അല്ലെങ്കിൽ കാര്യമായ ആത്മാർത്ഥതയോടുകൂടിയാണ് പറഞ്ഞതെങ്കിൽ ഇതൊക്കെയാണ് നിയമവശം. ഈ നിയമവശത്തിലൂടെ കടന്നുപോയാൽ ഏതൊരു കുഞ്ഞിനെയും, അമ്മയും അച്ഛനും ഇല്ലാതെയായ ഏതൊരു കുഞ്ഞിനെയും നമുക്ക് ദത്തെടുക്കാവുന്നതാണ്.